നമസ്കാരം. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ശ്രദ്ധ പിടിച്ചു പറ്റിയതും വിവാദങ്ങളായതും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നതും ഒക്കെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി തന്നെയായിരുന്നു. ഒരുപക്ഷെ തന്റെ സുഹൃത്തിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ സന്തോഷത്തോടെ എത്തിയ മമ്മൂട്ടി പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനൊരു സൈബർ ആക്രമണവും വിവാദവും തനിക്ക് നേരെ ഉണ്ടാകുമെന്ന്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നടൻ മമ്മൂട്ടിയെ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതും ഒപ്പമുണ്ടായിരുന്ന മോഹൻലാലിനെ പരിശോധന കൂടാതെ കടത്തിവിടുന്നതുമായ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള പ്രിവിലേജ് വ്യത്യാസമെന്ന് കുറിപ്പോടുകൂടിയാണ് വീഡിയോ പ്രചരിക്കുന്നത്. ഹാൻഡ് ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത് വീഡിയോയിലുണ്ട്. തൊട്ടുപുറകെ വരുന്ന മോഹൻലാലിനെ ഹാൻഡ് ഡിറ്റക്ടർ കൊണ്ട് പരിശോധിക്കുന്നില്ല. മമ്മൂട്ടിയെ പരിശോധിച്ച അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ലാലിനെയും കടത്തിവിടുന്നത്. എന്നാൽ ഇവിടെ മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും ഇടഞ്ഞു. ഇത് മമ്മൂക്കെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ. എന്നാൽ ലാലേട്ടൻ ഫാൻസ് ആഘോഷമാക്കിയിട്ടുണ്ട്. ഒരേ ഒരു രാജാവ്, ശരിക്കും മാറാൻ തമ്പുരാൻ എന്നൊക്കെ ഒരു തലയെടുപ്പ് എന്നിങ്ങനെ പോകുന്നു ലാലേട്ടൻ ഫാൻസിന്റെ ആഘോഷങ്ങളായ കമന്റുകളും. എന്നാൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അക്ഷതത്തിന്റെ രൂപത്തിൽ മറ്റൊരു ഇരയാണ് കിട്ടിയത്. അത് മമ്മൂട്ടി തന്നെയായിരുന്നു. മമ്മൂട്ടി ഇടതുപക്ഷക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു വിഭാഗത്തിന് തീരാത്ത വേദന ഉണ്ടാക്കിയിരുന്നു. പിന്നെ ആകെ ഒരു സമാധാനം കിട്ടിയത് മോദി ലാലേട്ടനോട് സംസാരിച്ചു നിൽക്കുമ്പോൾ ലാലേട്ടൻ വിനയത്തോടെ കൈകിട്ട് നിന്നു. എന്നാൽ മമ്മൂക്ക് നെഞ്ചും വിരിച്ച് കൈയും കിട്ടി നിൽക്കുന്നു. ഇതാണ് നിലപാട്, ഇതാണ് സഖാവിന്റെ നിലപാട് എന്നൊക്കെ സൈബർ ഇടങ്ങളിൽ കമന്റുകൾ. എന്നാൽ സൈബർ കമ്മികളുടെ ആഘോഷത്തിനും അധികം ആയുസുണ്ടായിരുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന പോസ്റ്റിൽ ദൃശ്യങ്ങൾ പൂർണ്ണമായിരുന്നുമില്ല. അപ്പോൾ തൊട്ടുപുറകെ ഉണ്ടായിരുന്ന ഫോട്ടോയിൽ മമ്മൂട്ടിയും മോദിയും നിന്ന് അക്ഷതം വാങ്ങി സ്വീകരിക്കുന്നു. ഇതോടെ അക്ഷതം എന്നാൽ എന്തെന്ന് അന്വേഷിച്ച് എല്ലാവരും പരക്കം പാഞ്ഞു തുടങ്ങി. ഒടുവിൽ ഉത്തരം കിട്ടി. അക്ഷതം അത്ര പേടിക്കേണ്ട വസ്തുവൊന്നുമല്ല. പിന്നീട് മെറ്റൽ ഡിറ്റക്ടർ വെച്ച് എന്ന വിവാദം കൂടി മമ്മൂട്ടിയുടെ തലയിലേക്ക് വന്നു. മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഇതാണ് പ്രോട്ടോകോൾ, ഇതാണ് നിയമം എന്ന് കരുതി മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയ്ക്ക് നിന്നു. ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെയും മതം കുത്തിക്കയറ്റി. ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം പരിശോധിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നു. വാസ്തവത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ മമ്മൂട്ടി ഇത്രയും വിചാരണയ്ക്ക് വിധേയനാകേണ്ട ഒരാളാണോ? ഇവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ എത്തിയ ആളുകളിൽ ഏറ്റവും കൂടുതൽ ആദരവും കയ്യടിയും കൊടുക്കേണ്ടയാൾ മമ്മൂട്ടി തന്നെയാണ്. ഇവിടെ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും വില കൊടുത്ത ആളാണ് മമ്മൂട്ടി. ജീവിതത്തിൽ ഇന്ന് വരെ മമ്മൂട്ടിയിൽ നിന്നും ഒരു വർഗീയമായ പരാമർശനമോ സമീപനമോ ഉണ്ടായിട്ടില്ല. തന്റെ എതിർ രാഷ്ട്രീയ നിലപാടുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി. പക്ഷെ എന്നാൽ ഇവിടെ മമ്മൂട്ടി മതമോ രാഷ്ട്രീയമല്ല നോക്കിയത്. തന്റെ ആത്മസുഹൃത്തും സഹപ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക എന്ന് മാത്രമാണ്. പിന്നീട് നരേന്ദ്രമോദി വെച്ച് നീട്ടിയ അക്ഷതം തന്റെ മതാചാരങ്ങൾക്കനുസരിച്ച് മമ്മൂട്ടിക്ക് നിരസിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് വാങ്ങി പോക്കറ്റിലിട്ടു. അവിടെ രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിയോടുള്ള ബഹുമാനവും ആദരവും മാത്രമാണ് മമ്മൂട്ടി കാണിച്ചത്. ഇതാണ് ഓരോ മനുഷ്യനും പാഠമാക്കേണ്ടത്. ഇതാണ് ഓരോ മനുഷ്യന്റെയും ധാർമ്മിക ബോധം. ഇവിടെയാണ് മമ്മൂട്ടി തന്റെ രാഷ്ട്രീയ ബോധം വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും മാതൃകയാകുന്നത്. ഓരോ ആൾക്കാർക്കും ഏതു മതം സ്വീകരിക്കണമെന്നും ഏതു മതത്തിന്റെ ആചാരങ്ങൾ പാലിക്കണമെന്നുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവകാശവുമുണ്ട്. അതുപോലെ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി അനുവർത്തിക്കണമെന്നും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇവിടെ സ്വന്തം രാഷ്ട്രീയത്തെയും മതത്തെയും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെയും മതത്തെയും ബഹുമാനിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത്. ഇവിടെ മമ്മൂട്ടി ഒരു യഥാർത്ഥ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഇവിടെ കേരളത്തിൽ അയോധ്യ രാമക്ഷേത്രത്തെ പറ്റി സംസാരിച്ചാൽ സംഖ്യയാകും. മോദിയുടെ ഒരു വേദി പങ്കിട്ടാൽ സംഖ്യയെന്നും സംഘിടിയെന്നും മുദ്രകുത്തി സൈബർ ഇടങ്ങളിൽ ആക്രമിക്കും. ഇതാണ് കേരളം. ഇവിടെ മോദി വിരുദ്ധരാണ് ഏറ്റവും നല്ല ആളുകൾ എന്ന് വിചാരിച്ച് നടക്കുന്നവരാണുള്ളത്. അവിടെയാണ് മമ്മൂക്ക വ്യത്യസ്തമാകുന്നത്. ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുമാണ് എന്ന് വിളിച്ചു പറയുമ്പോഴും മറ്റുള്ള ആളുകളെ എല്ലാ തരത്തിലും ബഹുമാനിക്കുകയും ചെയ്യുന്നു. സംശയമില്ല, മമ്മൂട്ടിയാണ് ഹീറോയും യഥാർത്ഥ മനുഷ്യ സ്നേഹിയും. നന്ദി.